ഏവർക്കും PC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്നാമത്തെ ചോദ്യം, സമേതം. എന്താണ് സമേതം എന്നുള്ളത്? വ്യത്യസ്ത സ്കൂളുകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അത് എയ്ഡഡ് സ്കൂളുകളുണ്ട്, അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, സർക്കാർ സ്കൂളുകളുണ്ട്. ഇങ്ങനെ ഇവയുടെ എല്ലാം തന്നെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു പോർട്ടൽ, ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പോർട്ടൽ ആണ് സമേതം എന്നത്. ഇതൊരു ഡാറ്റ ബുക്കാണെന്ന് പറയാം അല്ലേ? കാരണം എല്ലാ സ്കൂളുകളെയും പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് സമേതം എന്ന ഈ പോർട്ടൽ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞു വയ്ക്കുക. രണ്ടു വട്ടം ഈ ചോദ്യം ചോദിച്ചതായിട്ട് അറിഞ്ഞു. സോ സമേതം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പോർട്ടലാണ് എന്ന് അറിഞ്ഞിരിക്കുക. മറ്റൊരു ചോദ്യം, അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എന്നാൽ എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ്. അക്കാദമിക പ്രവർത്തനം, അതിൻ്റെ വികസനം ഇതിനെയൊക്കെ നയിക്കുന്ന സമഗ്ര പദ്ധതിയാണ് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ. അക്കാദമിക് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വികസനങ്ങളെയും നയിക്കുന്നത് ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാനാണ്. സ്കൂൾ അവരുടെ അക്കാദമിക ലക്ഷ്യങ്ങൾ എങ്ങനെ കൈവരിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എങ്ങനെ നൽകുമെന്നും അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ പറയുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയെ പറ്റി പറയുകയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ പഠനഫലം, അതുപോലെ തന്നെ അധ്യാപകരുടെ വികസനം, മൊത്തത്തിലുള്ള സ്കൂൾ പ്രകടനം, ഇതെല്ലാം മെച്ചപ്പെടുത്താനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉൾപ്പെട്ടതായിരിക്കണം അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ. അത് സ്കൂളിൻ്റെ മാത്രം ഒരു വികസനമല്ല, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വികസനം മുന്നിൽ വയ്ക്കുന്നുണ്ട്. നൂതനമായിട്ടുള്ള അധ്യാപക രീതികൾ, പഠന തന്ത്രങ്ങൾ, ഇതെല്ലാം തന്നെ അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഏതെല്ലാമാണ് ഇനി പുതിയതായിട്ട് സ്വീകരിക്കേണ്ടത്, സ്കൂൾ സ്വീകരിക്കേണ്ട രീതികൾ, അധ്യാപകർ സ്വീകരിക്കേണ്ട രീതികൾ, പഠന തന്ത്രങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അധ്യാപക പരിശീലന പരിപാടി, വർക്ക്ഷോപ്പ്, ഇതൊക്കെ കേരളത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് താങ്ങായി നിൽക്കുന്നതാണ് അധ്യാപകരുടെ പരിശീലന പരിപാടികളും വർക്ക്ഷോപ്പുകളൊക്കെ. ഇതിനെപ്പറ്റിയും അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൽ പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പുരോഗതിക്കുള്ള ഒരു മാർഗരേഖ എന്ന് വേണമെങ്കിൽ അക്കാഡമിക് മാസ്റ്റർ പ്ലാനെ നമുക്ക് വിളിക്കാം. ഗുണമേന്മയുള്ള ഒരു വിദ്യാഭ്യാസമാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാനിലൂടെ ലക്ഷ്യമാക്കുന്നത്. തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസം എന്നുള്ളൊരു കൺസെപ്റ്റിനെ ഉയർത്താൻ ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയ ഒന്നാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ. മറ്റൊരു ചോദ്യം, AO, DO എന്നിവരെ പറ്റി. എന്നിങ്ങനെയുള്ള വ്യക്തികൾ നമുക്കറിയാം. ഇവരിൽ ആരാണ് കൂടുതൽ പ്രൈമറി വിദ്യാഭ്യാസമായി അല്ലെങ്കിൽ പ്രൈമറി സ്കൂളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും AOമാരും DOമാരും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, വിദ്യാലയ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും പ്രൈമറി വിദ്യാലയങ്ങളിൽ AOമാരാണ് സാധാരണയായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റൊരു പ്രധാന ചോദ്യം, തീർച്ചയായിട്ടും എല്ലാവരോടും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ നോക്കിപ്പോകേണ്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ്സിൽ ഒന്നാണ് നമ്മുടെ സ്ഥലം, അവിടുത്തെ പ്രത്യേകതകൾ. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കലാരൂപങ്ങൾ വികസിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല ആ പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചരിത്രപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ്, അതുപോലെ ഏതെങ്കിലും വ്യക്തികൾ സാംസ്കാരികപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ ഏതെങ്കിലും വ്യക്തികളുടെ വളർച്ച ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സ്ഥലത്തിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് ഈ ഇൻ്റർവ്യൂവിൽ മാത്രമല്ല, കഴിഞ്ഞ LP-UP ഇൻ്റർവ്യൂവിലും സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ട ഒരു ചോദ്യം തന്നെയാണ്. മലയാളത്തിൽ നിന്നുള്ളൊരു മറ്റൊരു ചോദ്യം വന്നത്, പദം എന്നാൽ എന്ത്? അതിൻ്റെ നിർവചനം എന്താണ്? പദം എന്നത് അർത്ഥപൂർണമായിട്ടുള്ളൊരു വാക്കാണ്. പദത്തിന് അർത്ഥമില്ലാതെ ആ പദം നിലനിൽക്കില്ല.
അതിനാൽ തന്നെ പതൻ എന്നത് അർത്ഥപൂർണമായ ഒരു വാക്ക് എന്ന് നമുക്ക് പറയാവുന്നതാണ്. റിപ്പീറ്റ് ചെയ്തു വന്ന മറ്റൊരു പ്രധാന ചോദ്യമാണ് സ്കഫോൾഡർ എന്നത്. ആരാണ് സ്കഫോൾഡർ എന്ന ചോദ്യം? സ്കഫോൾഡർ എന്നത് ടീച്ചറെ നമുക്ക് സ്കഫോൾഡർ എന്ന് വിളിക്കാം. കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം കുട്ടികൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്നവ ആയിരിക്കണമെന്നില്ല. കുട്ടികൾ നേരിട്ട ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിന് സഹായം നൽകുന്ന, ആ ഒരു ഉത്തരത്തിലേക്കുള്ള സഹായം നൽകുന്ന ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് സ്കഫോൾഡറെ പറയാം. മറ്റൊരു പ്രധാന കാര്യം, ഈ സ്കഫോൾഡർ എന്നത് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയായിരിക്കരുത്. സൂചനകളും വിശദീകരണങ്ങളും കുറച്ച് ലിങ്ക്സ് ഇതൊക്കെ നൽകുന്ന വ്യക്തിയായിരിക്കണം സ്കഫോൾഡർ. ഉത്തരത്തിലേക്ക് നേരിട്ട് എത്തിക്കാനുള്ള എളുപ്പമാർഗങ്ങളൊന്നും തന്നെ ആയിരിക്കരുത് സ്കഫോൾഡർ പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകും അതിൻ്റെ ഉത്തരം. നമ്മൾ അതിലേക്ക് നയിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രം നൽകി കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം ലഭിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അവർക്ക് അറിയേണ്ട ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയായിരിക്കണം മികച്ച ഒരു സ്കഫോൾഡർ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രധാന ചോദ്യം അച്ചടക്കം എങ്ങനെയാണ് കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നൊരു ചോദ്യമാണ്. അച്ചടക്കം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു ചോദ്യത്തിന് അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നൊരു ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അച്ചടക്കം ഒരിക്കലും ഒരു ക്ലാസ്സിനെ അടിച്ചേൽപ്പിച്ച് നേടിയെടുക്കേണ്ട ഒന്നല്ല. കുട്ടികളുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും കണക്കിലെടുത്ത് നമുക്ക് ആസൂത്രിതമായിട്ടുള്ള പഠനാനുഭവങ്ങൾ നൽകിയാൽ അച്ചടക്കം എന്ന് പറയുന്നത് സ്വയം ഉണ്ടാകും. ഒരിക്കലും കുട്ടികളെ നിർബന്ധിച്ച് അച്ചടക്കം പാലിപ്പിക്കുക എന്നത് ഇപ്പോഴത്തെ പഠന സാഹചര്യങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ അത് എഫക്റ്റീവായിട്ടുള്ള ഒരു രീതിയല്ല. അച്ചടക്കത്തോടെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി തീർച്ചയായും ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസിലും പങ്കെടുക്കാത്ത ഒരു കുട്ടിയായിരിക്കും. അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് ആയിരിക്കണം അവരുടെ മികച്ച രീതിയിൽ അവരെ മാറ്റിയെടുക്കേണ്ടത്. അങ്ങനെ ആസൂത്രിതമായിട്ടുള്ള ഒരു പഠനാനുഭവങ്ങൾ നൽകി കഴിഞ്ഞാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അച്ചടക്കം ഉണ്ടാകും. സംഘപ്രവർത്തനത്തിലൂടെ കുട്ടിയിൽ വിനയം, സാന്മാർഗിക ബോധം എന്നിവ രൂപപ്പെടും. സെൽഫ് ഡിസിപ്ലിൻ എന്നൊരു തോട്ടിനോടാണ് അച്ചടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ സെൽഫ് ഡിസിപ്ലിൻ ആണ് ചെയ്യിപ്പിക്കേണ്ടതല്ല. കുട്ടികളിൽ നിന്ന് വരേണ്ടത് സെൽഫ് ഡിസിപ്ലിൻ അഥവാ ആത്മശിക്ഷണമാണ്. അത് കുട്ടികളിൽ തന്നെ രൂപപ്പെടും. ടീച്ചേഴ്സ് നൽകുന്ന പ്രവർത്തനങ്ങളിലൂടെ തന്നെ കുട്ടികൾക്ക് സെൽഫ് ഡിസിപ്ലിൻ എന്ന ഒരു ആശയം രൂപപ്പെടുകയും അത് അവരിൽ നിലനിൽക്കുകയും ചെയ്യും. പുതിയൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കാണുമ്പോൾ അവർ എങ്ങനെ സമൂഹത്തോടും കുട്ടികളോടും ആ വ്യക്തിയോടും ഒക്കെ പെരുമാറുന്നു എന്നുള്ളതിൽ നിന്നാണ് ആ കുട്ടിയുടെ ഒരു ഡിസിപ്ലിൻ മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. ഒരിക്കലും ക്ലാസ്സിൽ ശബ്ദമില്ലാതെ ഇരിക്കുക എന്നൊരു അർത്ഥമല്ല ഇവിടെ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടിയുടെ പ്രവർത്തനം, കുട്ടിയുടെ വ്യക്തി സവിശേഷതകൾ ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടാണ് ആ കുട്ടി ഡിസിപ്ലിൻ ഉള്ള കുട്ടിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ക്ലാസ്സിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഗുണം തന്നെയാണ്. പക്ഷെ അതിനായിട്ട് നമ്മൾ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. കുട്ടികളുടെ താല്പര്യം, ആവശ്യങ്ങളും കണക്കാക്കിയുള്ള പ്രവർത്തനങ്ങൾ നൽകുകയും അതിലൂടെ കുട്ടിയെ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് കുട്ടിയായിട്ട് വളർത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. PTA എത്ര തരമുണ്ട് എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിനുത്തരം പറഞ്ഞിരുന്നു. അതിൽ ഒരു PTA പേര് കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞത് ക്ലാസ് PTA, MPTA, അതുപോലെ PTA, സ്കൂളിലെ എല്ലാ അംഗങ്ങളും കൂടിയിട്ടുള്ള ഒരു മെയിൻ PTA. ഇതിനോടൊപ്പം കോർണർ PTA എന്നുള്ളൊരു സംഭവം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് 4 തരത്തിലുള്ള PTA ഉണ്ട് എന്ന് നമുക്ക് പറയാം. PTA പറ്റി ചോദിക്കുകയാണെങ്കിൽ
ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ വഴി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ക്ലാസ്സിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അത് ഒരു പേജിലോ അല്ലെങ്കിൽ ഒരു വസ്തുവായോ നമ്മൾ കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ചെയ്തുണ്ടാക്കുന്ന ഒരു വസ്തു, ഇപ്പോൾ നെഹ്റു ചെടിയാണെങ്കിൽ നെഹ്റു തൊപ്പി, അതുപോലെ ചെറിയ ചെറിയ പട്ടങ്ങൾ അല്ലെങ്കിൽ കുട്ടിപ്പടം വരച്ച് കളർ ചെയ്തുണ്ടാക്കുന്ന ഒരു പേജ്, ഇതെല്ലാം ഉൽപ്പന്നങ്ങളാണ്. ഇതോടൊപ്പം തന്നെ കുട്ടിയുടെ നോട്ട്ബുക്ക് എന്ന് പറയുന്നതും ഒരു ഉൽപ്പന്നമാണ്. അതിലെല്ലാം കുട്ടിയുടെ പ്രൊഡക്ട്സ് ആണ്. കുട്ടിയുടെ ചിന്തകൾ, കുട്ടി കവിതകൾ, കുട്ടി എഴുതിയ എന്തും ആ കുട്ടിയുടെ ഉൽപ്പന്നമാണ്. നമ്മൾ പഠിപ്പിക്കുന്ന പഠന പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് കുട്ടികളുടെ നോട്ട് ബുക്കുകളും മികച്ച ഉൽപ്പന്നങ്ങളാണ്. ആ ഒരു പോയിന്റ് മറക്കാതെ പറയണം. 2ാം ക്ലാസ്സിലെ ഭിന്നസംഖ്യ അഥവാ ശതമാനം ഒക്കെ എങ്ങനെ പഠിപ്പിക്കും എന്നൊരു ചോദ്യം വന്നിരുന്നു. തീർച്ചയായിട്ടും 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇത്തരമൊരു ആശയം കൊടുക്കുമ്പോൾ നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ വീട്ടിലെ ഒരു സാഹചര്യം ഉദാഹരണമായിട്ട് പറയാം. പ്രത്യേകിച്ചും വീട്ടിൽ ഒരു മീൻ വറുത്തു, ഒരേ ഒരു മീൻ മാത്രമേ വറുത്തിട്ടുള്ളൂ, അത് ഫുള്ളായിട്ട് വറുത്തുണ്ട്. അത് നിങ്ങൾക്കും നിങ്ങളുടെ ചേട്ടനും കൂടിയിട്ട് തരികയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് അമ്മ അത് തരിക? തീർച്ചയായും അത് പകുതിയാക്കിയിട്ടായിരിക്കും തരിക, അല്ലേ? അപ്പോൾ അതിൻ്റെ നടുകെ മുറിച്ച്, അതല്ല എളുപ്പത്തിൽ നമുക്ക് പറയാം മുറിച്ച്, നടുകെ മുറിച്ച് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാം, കേക്കിൻ്റെ കാര്യം പറയാം. നമ്മുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിച്ച് എല്ലാവർക്കും നമ്മൾ മുറിക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ പാരൻസ് ആയിരിക്കും അത് കൃത്യമായിട്ട് മുറിച്ച് തരിക അവസാനം നമുക്ക് തിന്നാനായിട്ടില്ലേ. അപ്പം അത് കറക്റ്റായിട്ട് അവർ നടുകെ മുറിക്കും. പിന്നെ ആ നടുകിനെ വീണ്ടും പകുതിയാക്കും, വീണ്ടും അതിനെ പകുതിയാക്കും. അവർ കറക്റ്റായിട്ട് മുറിക്കുന്നത് കണ്ടാൽ നമുക്കറിയാം അത് ഓരോരുത്തർക്കും കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആശയത്തിലൂടെ ഇത് നമുക്ക് പ്രദർശിപ്പിച്ച്, ഇതിൻ്റെ ഒരു ചിത്രം വരച്ച് പ്രദർശിപ്പിച്ചോ അല്ലെങ്കിൽ ICTയിൽ കാണിച്ചോ, ആ ഒരു കഥയോടനുബന്ധിച്ച് കുട്ടികൾക്ക് ഭിന്നസംഖ്യ, അതുപോലെ ശതമാനം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ കുട്ടികളിൽ എത്തിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് കേട്ടു പോകാം. ഇതോടൊപ്പം നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ, പുതിയ തരത്തിലുള്ള ഐഡിയാസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഏത് ചോദ്യത്തിനാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പോയിന്റ്സ് പറയാൻ കഴിയുക എന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഈ വീഡിയോസ് കാണുന്ന ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞ PTA പറ്റിയിട്ടുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിൽ കോർണർ PTA എന്നുള്ളൊരു പുതിയ പോയിന്റ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് നമ്മുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്നതാണ്. ആ ഒരു പോയിന്റ് ഞാൻ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി ആരെങ്കിലും അത് അറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. നിങ്ങളുടെ ഓരോ ഉത്തരങ്ങളും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇൻ്റർവ്യൂവിനുള്ളത് തീർച്ചയായിട്ടും പരസ്പരം അറിഞ്ഞുമാണ്. ഓരോരുത്തരെയും പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അതിനാൽ തന്നെ ആ ഉത്തരങ്ങൾ പലർക്കും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ആശയങ്ങൾ ഇതിനേക്കാൾ വളരെ മികച്ചതായിരിക്കാം. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും മികച്ച രീതിയിൽ ഇൻ്റർവ്യൂ പാസ്സാകാൻ അല്ലെങ്കിൽ മികച്ച വിജയം നേടാൻ എവരുടെയും കൂട്ടായിട്ടുള്ള ഒരു ശ്രമം ആവശ്യമാണ്. തീർച്ചയായും വീഡിയോ കാണുന്നതിന് എവർക്കും നന്ദി. വീണ്ടും കാണുക, എല്ലാ വീഡിയോസും തന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.